ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കിൻ്റെ അകത്ത് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ന്യൂസിലൻഡ് ഓസ്ട്രേലിയൻ ഓസ്കിക്കകത്തുള്ള കമ്മ്യൂണിക്കേഷനാണ്. മെയിൻലി ഇത് ന്യൂസിലൻഡുകാർക്ക് കൂടുതലായിട്ട് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. കാരണം ഞാൻ ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ, UK, അയർലൻഡ്, കാനഡ എല്ലാം ഓസ്കി പഠിപ്പിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ ന്യൂസിലൻഡ് ഓസ്കിക്കകത്ത് നമുക്ക് കൂടുതലായിട്ടും കമ്മ്യൂണിക്കേഷൻ്റെ ഒരു എലമെൻറ്റ് വരുന്നുണ്ട്. ന്യൂസിലൻഡ് ഓസ്കിയാണ് എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ഫെയിലിയർ ഉള്ള ഓസ്കി. അപ്പോൾ ഇതിനകത്ത് ഈ നമ്മുടെ നാട്ടിലെ കുട്ടികൾ നമ്മൾ ന്യൂസിലൻഡ് ഓസ്കി എക്സാം എഴുതാൻ പോകുമ്പോഴും ഓസ്ട്രേലിയൻ ഓസ്കി എക്സാം എഴുതാൻ പോകുമ്പോഴും ഒക്കെ ഈ പ്രൊസീജിയറിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പ്രൊസീജിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഞാനൊന്ന് ആലോചിച്ച് നോക്കിയപ്പോഴത്തേക്കും നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയർ തന്നെ അവർ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അല്ല വലിയ കൂടുതൽ ഹൈടെക് പ്രൊസീജിയർ ഒന്നുമില്ല, വളരെ കുറച്ച് വ്യത്യാസത്തിൽ അവരുടെ സ്റ്റാൻഡേർഡ്സിൽ ചെറിയ വ്യത്യാസത്തിലാണ് അവർ ചെയ്യുന്നത്. അത് നമുക്ക് നമ്മളുടെ നാട്ടിലെ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ പ്രൊസീജിയർ ഓറിയൻറ്റഡ് ട്രെയിനിങ്ങാണ്. അത് നമുക്ക് ഒരുതപ്പെട്ട കുട്ടികൾക്കെല്ലാം ചെയ്യാൻ പറ്റും. കാരണം ഞാൻ ഒത്തിരി ആൾക്കാരെ പഠിപ്പിക്കുന്നുണ്ട്. ന്യൂസിലൻഡ് പഠിപ്പിക്കുന്നുണ്ട്, ഓസ്ട്രേലിയ പഠിപ്പിക്കുന്നുണ്ട്, UK പഠിപ്പിക്കുന്നുണ്ട്, അയർലൻഡ് പഠിപ്പിക്കുന്നുണ്ട്. എല്ലാം ഡിഫറൻറ്റ് സ്റ്റാൻഡേർഡ്സിലാണ് ചെയ്യുന്നത്. അവരുടെ രാജ്യത്തെ സ്റ്റാൻഡേർഡ്സിൽ ചെറിയ വ്യത്യാസത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഈ പ്രൊസീജിയർ ഇവർ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ കുട്ടികളൊക്കെ പറയുന്നുണ്ട്, ഞാൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്തു, ഞാൻ പ്രൊസീജിയർ ഫിനിഷ് ചെയ്തു, ഞാൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്തു, അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നങ്ങനെ പറയുന്നുണ്ട്. ഇവിടെയൊക്കെ വരുന്ന ഒരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ പ്രൊസീജിയർ കോൺസെൻട്രേറ്റ് ചെയ്തു, പ്രൊസീജിയർ അവർ ഫിനിഷ് ചെയ്തു, അല്ലെങ്കിൽ പ്രൊസീജിയർ അവർ നിയർലി ഫിനിഷ് ചെയ്തു, പക്ഷേ ഈ കുട്ടികളൊക്കെ തോറ്റു പോവുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് തോറ്റു പോകാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ഒരു റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ റീസൺസ് ഉണ്ട്. അടുത്ത ഒരു റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രധാനമായിട്ടും വരുന്നത് നമ്മൾ കമ്മ്യൂണിക്കേഷൻ എലമെൻറ്റാണ്. അപ്പോൾ ന്യൂസിലൻഡ് സ്റ്റേഷൻ്റെ അകത്ത് എസ്പെഷ്യലി നിങ്ങൾക്ക് വരുന്നത് ന്യൂസിലൻഡ് സ്റ്റേഷൻ്റെ അകത്ത് 5 കമ്മ്യൂണിക്കേഷൻ സ്റ്റേഷനാണ് വരുന്നത്. അപ്പോൾ മെൻ്റൽ ഹെൽത്ത് അസസ്മെൻറ്റ് പോലത്തെ പല സ്റ്റേഷൻസും കമ്മ്യൂണിക്കേഷൻ ടോക്ക് മാത്രമേ ഉള്ളൂ, പ്രൊഫഷണൽ ബിഹേവിയറിനകത്ത് ടോക്ക് മാത്രമേ ഉള്ളൂ. അപ്പം അതിൻ്റെ അകത്ത് ഞാൻ സ്റ്റുഡൻസിനോട് പറയാനുണ്ട്, നിങ്ങൾ നാക്കുകൊണ്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ അവർ ചെയ്യാൻ പറയുന്നത്, അല്ലാതെ വേറെ നിങ്ങൾക്ക് വലിയ കാര്യങ്ങൾ നമ്മൾ നടക്കുന്നില്ല, കൈകൊണ്ടൊരു കാര്യം ചെയ്യാനുമില്ല. അപ്പോൾ നല്ലവണ്ണം സംസാരിക്കാനും പെരുമാറാനും അറിയാമെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ജയിക്കാവുന്ന ഒരു സെറ്റപ്പാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ എനിക്ക് പറ്റിയ ഒരു പ്രധാനപ്പെട്ട ചില പോയിൻറ്റ്സ്, എൻ്റെ മനസ്സിൽ തോന്നിയ ചില പോയിൻറ്റ്സാണ് ഞാൻ പറയാവുന്നത്. ഒന്നാമത് പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ, അതായത് പേഷ്യൻറ്റുമായിട്ട് സംസാരിക്കുമ്പോഴുള്ള കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ നമ്മുടെ നാട്ടിലെ പല കുട്ടികളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, പല ഫെയിൽഡ് സ്റ്റുഡൻസിനെയും പഠിപ്പിച്ചിട്ടുണ്ട്, പല പ്രോമിനൻ്റ് ആയിട്ടുള്ള സെൻറ്ററിൽ പോയിട്ടുള്ള ഫെയിൽഡ് സ്റ്റുഡൻസിനെയൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അവിടെ പോയി അറ്റംപ്റ്റ് ചെയ്യുന്ന സ്റ്റുഡൻസ് സെക്കൻഡ് ട്രെയിനറായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തൊക്കെ എനിക്ക് പ്രധാനപ്പെട്ട മനസ്സിലാക്കിയ കാര്യം വെച്ചാൽ അവരും നമ്മുടെ നാട്ടിൽ മലയാളം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് ഇംഗ്ലീഷ് ആക്കിയിട്ടാണ് പറയുന്നത്. ഈ മലയാളം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഇംഗ്ലീഷ് ആക്കി പറയുമ്പോൾ ഞാനിപ്പോൾ UK ഐറിഷ് ഫെസിലിറ്റിയിലൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ഞാൻ നേഴ്സ് മാനേജറായിരുന്നു. അപ്പോൾ ഒരു 18 വർഷത്തോളം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഈ 2 കൺട്രീസിലും. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് എനിക്ക് മനസ്സിലാക്കിയെന്ന് വെച്ചാൽ എൻ്റെ അണ്ടറിൽ ഒരു 50ഓളം വെള്ളക്കാർ വർക്ക് ചെയ്തിട്ടുണ്ട്. അവർക്ക് നമ്മുടെ മലയാളം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഇംഗ്ലീഷ് പറയുന്നത് അവർക്ക് ആകെ റൂഡായിട്ടാണ് ഫീൽ ചെയ്യുന്നത്, ആകെ ഡിസ്റ്റർബിംഗ് ആണ്. ഫോർ എക്സാമ്പിൾ, നിൻ്റെ പേരെന്താണ് എന്ന് ചോദിക്കുമ്പോൾ വാട്ട് ഈസ് യുവർ നെയിം എന്നാണ് നമ്മൾ ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. വാട്ട് ഈസ് യുവർ നെയിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് റൂഡാണ്. പകരം can I have your name please എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൊളൈറ്റ്. അപ്പോൾ ഇത് പൊളൈറ്റ്നെസ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കയറ്റണം. അപ്പോൾ നമുക്കിത് എങ്ങനെ പൊളൈറ്റ്നെസ് കയറ്റാം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ കുറച്ച് കാര്യങ്ങളുണ്ട്. പൊളൈറ്റ്നെസ് കയറ്റാൻ വേണ്ടി നമ്മൾ കൾച്ചറലി നമ്മൾ പൊളൈറ്റ് അല്ല, നമ്മൾ കുറച്ച് അഹങ്കാരമുള്ള ഒരു പോപ്പുലേഷനാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ഞാൻ സംഭവമാണ് ചിന്തിക്കുന്ന ഒരു പോപ്പുലേഷനാണ് നമ്മുടെ പോപ്പുലേഷൻ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് പൊളൈറ്റ്നെസ് അവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര വലിയ ബോസ് ആണെങ്കിലും താഴോട്ട് ഇറങ്ങി വന്ന് പൊളൈറ്റായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ അത്തരം പൊളൈറ്റ്നെസ് നമുക്ക് ഇതിൻ്റെ അകത്ത് കയറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് വിജയിക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം കമ്മ്യൂണിക്കേഷൻ സ്റ്റേഷൻ്റെ അകത്ത് പല കുട്ടികളുടെയും സെൻറ്റൻസ് റൂഡാണ്. അപ്പോൾ സെൻറ്റൻസ് റൂഡ് ആയതുകൊണ്ട് അവർക്ക് ഇതിൻ്റെ അകത്ത് നമുക്ക് പെർഫോം ചെയ്യാനായിട്ട് പറ്റത്തില്ലാതെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഇതൊന്ന് ഓവർകം ചെയ്യാം എന്നുള്ളത് എൻ്റെ തോട്ട്സാണ് ഞാൻ ഇതിനകത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ ഓസ്കി വിത്ത് വിമൽ. അപ്പം നിങ്ങൾക്ക് ഓസ്കി ട്രെയിനിങ് ആവശ്യമുണ്ടെങ്കിൽ ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ, അതുപോലെ UK, അയർലൻഡ്, കാനഡ ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഓൺലൈനോ ഓഫ്ലൈനോ ആവശ്യമുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഞാൻ കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഗൂഗിൾ റിവ്യൂ ഒന്ന് കണ്ടു നോക്കുക. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ ട്രെയിനിങ് ഞാൻ ഭയങ്കര ബോസി ട്രെയിനിങ് ഒന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ എൻ്റെ ഗൂഗിൾ റിവ്യൂ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഇൻഡിവിജ്വലൈസ്ഡ് ട്രെയിനിങ് ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ടോപ്പിക്കിലോട്ട് തിരിച്ചു പോവുക. അപ്പോൾ ടോപ്പിക്കിലോട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും നമുക്ക് പ്രധാനമായിട്ട് ഞാൻ എല്ലാ കുട്ടികളോടും പറയുന്ന ഒരു 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, സോറി, പ്ലീസ്, താങ്ക് യു, ഈ 3 വേർഡ്സ് ഒന്ന് ഉപയോഗിക്കണം. അതായത് പേഷ്യനോട് നമുക്ക് സോറി പറയാൻ പഠിക്കണം. അപ്പം നമ്മൾ പറഞ്ഞിരിക്കുന്നത് സോറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തോ തെറ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ സോറി പറയത്തുള്ളൂ. തെറ്റ് ചെയ്തിട്ടല്ല, നിനക്കൊരു അസൗകര്യം ഉണ്ടായെങ്കിൽ സോറി. ഫോർ എക്സാമ്പിൾ, സോറി ഡിസ്റ്റർബ് യു ഓൺ യുവർ ഓഫ് ഡേയ്സ്. അതായത് ഓഫ് ഡേയ്സിൽ ഒരു മാനേജർ ഒരു നേഴ്സിനെ വിളിക്കുക, നിനക്കൊരു എക്സ്ട്രാ ചെയ്യാൻ വരാമോ എന്ന് ചോദിക്കുക. അപ്പോൾ എന്നാലും ചോദിക്കുന്നത് സോറി ഡിസ്റ്റർബ് യു എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. അങ്ങനെ സോറി പറയുന്ന ഒരു കൾച്ചറാണ് വെള്ളക്കാർക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് സോറി പറയാൻ പഠിക്കണം. അതുപോലെ പ്ലീസ് പറയാൻ പഠിക്കണം. അപ്പോൾ വുഡ് യു മൈൻഡ് ടു പ്രസ് ദ ബെൽ പ്ലീസ്, ഇസ് ഇറ്റ് ഓക്കെ എന്ന് ചോദിച്ച് നമ്മൾ പ്ലീസ് പറയാൻ പഠിക്കണം. അതുപോലെ താങ്ക് യു പറയാൻ പഠിക്കണം. എന്തിനും ഏതിനും നമ്മൾ താങ്ക് യു പറയണം.
ഈ 3 കാര്യങ്ങൾ നമുക്കിതിനകത്ത് നമുക്കൊരു പുട്ടിൻ്റെ അകത്ത് പീര ഇടുന്ന പോലെ നിട്ട് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ പറ്റും. വെള്ളക്കാർക്ക് ഇറിറ്റേഷൻ ഉണ്ടാകത്തില്ല. അപ്പോൾ എക്സാമിനർക്ക് ഹാപ്പി അല്ലെങ്കിൽ നിങ്ങൾ തോറ്റുപോകും. കാരണം ഈ ഒരു സെറ്റപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സാമിനർക്ക് നിങ്ങളെ ഇഷ്ടമാണ് നിങ്ങൾ ജയിക്കും, എക്സാമിനർക്ക് നിങ്ങളെ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ തോറ്റുപോകും. 10 സ്റ്റേഷനിൽ 10 ജയിക്കണം ന്യൂസിലൻഡുകാർക്ക്. ഓസ്ട്രേലിയക്കാർക്ക് 7 ജയിച്ചാൽ മതി. അത് അവർക്കൊരു ഒരു അഡ്വാൻറ്റേജ്. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ട് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെർമിഷൻ ബിഫോർ യു ടച്ച്. നമ്മൾ പേഷ്യനെ തൊടുന്നതിന് മുമ്പ്, അപ്പോൾ നമുക്ക് ന്യൂസിലൻഡ് ഓസ്ട്രേലിയ പേഷ്യന് തല ടാപ്പോ എന്നാണ് പറയുന്നത്. മാവോറി കൾച്ചർ പ്രകാരമായിരിക്കും. മാവോറി കൾച്ചർ ഈ വെള്ളക്കാരോട് ഇൻകൾക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് പേഷ്യൻ്റെ തലയെ തൊടാൻ പാടില്ല. അതുപോലെ തന്നെ പേഷ്യൻ്റെ ഷോൾഡറിലും ഒന്നും മാക്സിമം തൊടാതിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഈ പേഷ്യൻ എടുത്ത് ടച്ച് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് പേഷ്യനോട് പെർമിഷൻ മേടിക്കണം. ദാറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇനി അടുത്ത സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് ആഫ്റ്റർ കോപ്പറേഷൻ. ഇപ്പോൾ എക്സാമ്പിൾ പേഷ്യനോട് പറയുക, താങ്ക് യു പറയുക. അതായത് പേഷ്യനോട് ഒരു പ്രൊസീജിയർ ചെയ്തതിന് ശേഷം നമ്മൾ അല്ലെങ്കിൽ പേഷ്യൻ നമ്മൾ പറയും പെർമിഷൻ തരുക. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പേഷ്യനോട് ചോദിക്കുക, കൻ ഐ ഗോ ഹെഡ് വിത്ത് മൈ ബ്ലഡ് പ്രഷർ അസസ്മെന്റ്, ഇസ് ദാറ്റ് ഓക്കെ വിത്ത് യു? ഉടനെ പേഷ്യൻ്റ് പറയും യാ ദാറ്റ്സ് ഫൈൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ താങ്ക് യു വെരി മച്ച് എന്ന് നമുക്കൊന്ന് പറയണം. അത് ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കണം. അപ്പം തന്നെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അപ്പോൾ കൊടുത്ത് പ്രൊസീഡ് ചെയ്യണം. അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ ഈസ് അക്നോളജ് ബിഫോർ അഡ്വൈസിങ്. ഓൾവേസ് നമ്മൾ അക്നോളജ് ചെയ്യണം. ഐ അണ്ടർസ്റ്റാൻഡ്, ഐ അപ്രീഷിയേറ്റ്. അപ്പോൾ നമുക്കിപ്പോൾ അവന് ഒരു പ്രോബ്ലം പറയാൻ പറ്റുവാണെങ്കിൽ ഐ അണ്ടർസ്റ്റാൻഡ്, ഐ അപ്രീഷിയേറ്റ് എന്ന് പറയണം. അപ്പോൾ അതുപോലെ തന്നെ എഗ്രിമെൻറ്റ് ബിഫോർ ആക്ഷൻ. അതായത് ഓൾവേസ് നമ്മൾ പേഷ്യൻ്റ് പറയേണ്ടത് ഞാനത് പ്രൊസീഡ് ചെയ്യാൻ പോവാണ്, അത് നീ ഓക്കെ ആണോ, നീ ഹാപ്പി ആണോ എന്ന് എന്നോട് ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഹാപ്പി എന്ന് പറഞ്ഞ വേണ്ട അർത്ഥം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സന്തോഷം, ഉന്മാദം നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ വെള്ളക്കാരന് ഹാപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് പറയുന്നത് അവന് ഓക്കെ ആണോ, അവൻ സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ളതാണ്. അപ്പോൾ ഈ 2-3 കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു കീ ഫോർമുല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊളൈറ്റ്നസ്, അതുപോലെ അത് കഴിഞ്ഞ് പെർമിഷൻ മേടിക്കുക, അക്നോളജ് ചെയ്യുക, എഗ്രിമെൻറ്റ്. നമ്മൾ പേഷ്യൻ്റായിട്ട് എഗ്രിമെൻറ്റ് ഉണ്ടാക്കുക. ഞാൻ നിന്റെ പ്രൊസീജിയർ ചെയ്യാനായിട്ട് എഗ്രിമെൻറ്റ് ഞാൻ ഓക്കെ ആണോ. അതുപോലെ അഗ്രിമെൻറ്റ് ഉണ്ടാക്കിയതിന് ശേഷം മാത്രം ആക്ഷനിലേക്ക് പോവുക. അത് കഴിഞ്ഞ് ആക്ഷൻ കഴിഞ്ഞിട്ട് താങ്ക് യു പറയുക. ഇതാണ് ഒരു സീക്വൻസ് ആയിട്ട് ഞാൻ ഇതിനകത്ത് പറയാനുള്ളത്. പൊളൈറ്റ്നസ് കാണിക്കണം, പെർമിഷൻ മേടിക്കുക, അക്നോളജ് ചെയ്യുക, ഇപ്പോൾ എഗ്രിമെൻറ്റ്, അതായത് പേഷ്യൻ്റായിട്ട് എഗ്രിമെൻറ്റ്, പ്രൊസീജിയറിന് എഗ്രിമെൻറ്റ് ഉണ്ടാക്കുക, ആക്ഷൻ, അപ്പോൾ നമ്മളത് പ്രൊസീജിയർ ചെയ്യുക, അത് കഴിഞ്ഞ് താങ്ക് യു പറയുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് നിങ്ങൾക്ക് ഓസ്റ്റിക്കകത്ത് നിങ്ങൾക്ക് ഈ പേഷ്യൻ്റെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്തിട്ട് പൊളൈറ്റ്നസ് ആയിട്ടുള്ള, പ്രൊഫഷണൽ ആയിട്ടുള്ള പൊളൈറ്റ്നസ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എക്സാമിന് നിങ്ങൾ ഹാപ്പി ആയിരിക്കും. അതുപോലെ തന്നെ ഈ ആക്ടേഴ്സും കുറച്ച് ഹാപ്പി ആയിരിക്കും. അപ്പോൾ ഈ താങ്ക് യു പറയുക, അതുപോലെ തന്നെ പ്ലീസ് പറയുക, അതുപോലെ തന്നെ സോറി പറയുക. ഈ കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ച് വയ്ക്കുക. നെക്സ്റ്റ് വൺ ഈസ് എനിക്ക് പറയാനുള്ളത് പേഷ്യൻറ്റിനോട് അക്നോളജ് ചെയ്യും, ഐ അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ OET എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇംഗ്ലീഷ് ടെസ്റ്റ് ഉണ്ട്. OETക്കകത്ത് ഈ റോൾ പ്ലേ ഉണ്ട്. അപ്പോൾ ഈ OETയുടെ റോൾ പ്ലേ പഠിച്ചു വരുന്ന പലരും, അതുപോലെ OET പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പലരുമാണ് നമുക്ക് ഈ ഓസ്കി ട്രെയിനേഴ്സായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ആൾക്കാരുടെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ലാംഗ്വേജ് മാത്രം അവിടെ ടെസ്റ്റ് ചെയ്യുന്നത്, അല്ലാതെ പേഷ്യൻറ്റിൻ്റെ യാതൊരുവിധ നഴ്സിംഗ് പ്രൊഫഷണലിസമോ അതൊന്നും അവിടെ ചെക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഈ OETക്കകത്ത് ഇങ്ങനെ ഒരു റോൾ പ്ലേ ഉണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പേഷ്യൻ്റ് പറയാം ഐ മീൻ പെയിന്, ഉടനെ തന്നെ നമ്മൾ പറയുന്നു ഓ മൈ ഗോഡ് എന്ന് പറഞ്ഞ് നമ്മൾ പേഷ്യൻ്റെ അടുത്തേക്ക് നമുക്ക് അപ്രോച്ച് ചെയ്യാനായിട്ട് പറ്റത്തില്ല. പകരം നമ്മൾ പറയേണ്ടത്, നമ്മുടെ നാട്ടിൽ OETക്കാർ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയുന്നത് സോറി ടു ഹിയർ ദാറ്റ്. അതായത് നിനക്ക് പെയിൻ ആണെന്ന് സോറി ടു ഹിയർ ദാറ്റ്, അത് സിമ്പതിയാണ്. അപ്പോൾ ഓസ്കിയർ പ്രിൻസിപ്പിളിന് തന്നെ വയലേഷനാണ്. ഓസ്കിയർ പ്രിൻസിപ്പിൾ എംപതൈസ് ആണ്. അപ്പോൾ പേഷ്യൻ്റെ അടുത്തേക്ക് പറയണം ഐ അണ്ടർസ്റ്റാൻഡ്, ഐ അപ്രീഷിയേറ്റ് എന്ന് പറഞ്ഞ് നമുക്ക് സൊല്യൂഷൻസ് ഓഫർ ചെയ്യണം. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ഓസ്കിയർ പ്രിൻസിപ്പിൾ വയലേഷനാണ് വരുന്നുണ്ട്. എന്ത്? അതായത് നിങ്ങൾ അവനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, അല്ലെങ്കിൽ അപ്രീഷിയേറ്റ് ചെയ്യുക, സൊല്യൂഷൻസ് ഓഫർ ചെയ്യുക, അല്ലാതെ സിമ്പതൈസ് ചെയ്യാൻ പാടില്ല. സിമ്പതൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫെയിലിയറിലേക്ക് നിങ്ങൾ മൂവ് ചെയ്യുമായിരിക്കും ചെയ്യുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. അത് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ എന്ത് കാര്യത്തിനും പെർമിഷൻ മേടിക്കുക. ഇപ്പോൾ എക്സാമ്പിൾ ഏറ്റവും കൂടുതലായിട്ട് നിങ്ങൾ പേഷ്യൻ്റെ അടുത്തേക്ക് സംസാരിച്ച് ഇൻറ്ററാക്ട് ചെയ്യുന്ന സമയത്ത് ID ചെക്ക് ചെയ്യാനായിട്ട്, അതുപോലെ പേഷ്യൻ്റെ പാൽപ്പേറ്റ് ചെയ്യാനായിട്ട്, വൈറ്റൽസ് എടുക്കാനായിട്ട്, ബ്ലാങ്കറ്റ് പൊക്കാനായിട്ട്, എന്തിനും ഏതിനും can I do that? Is it okay? Can I proceed? ഇങ്ങനെ is it okay? Are you happy with that? Would you mind if I could? എന്നൊക്കെ ചോദിച്ച് നമ്മൾ പേഷ്യൻ്റെ അടുത്ത് നിന്ന് പെർമിഷൻ മേടിക്കണം. അങ്ങനെ പെർമിഷൻ മേടിച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഒരു പൊളൈറ്റ്നസ് ഈ നമ്മുടെ കമ്മ്യൂണിക്കേഷനകത്ത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കാരണം ഇവർ റൂഡാണ്, നമ്മുടെ സംസാരം റൂഡാണെന്ന് വെള്ളക്കാർ പറയുന്നത്. കാരണം നമ്മുടെ ലാംഗ്വേജിൻ്റെ പ്രശ്നമാണത്. പക്ഷേ അത് അവർ അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അവർ നിങ്ങളെ നെഗറ്റീവായിട്ട് മാർക്ക് ചെയ്യും. ഒരാൾക്ക് 10 സ്റ്റേഷനകത്ത് ഒരാൾക്ക് തോന്നുവാണ് ഷീസ് നോട്ട് ഗുഡ് ഇനഫ്, ഐ നോട്ട് ഹാപ്പി വിത്ത് ദാറ്റ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് തോറ്റുപോകും. ഇനി അതിനകത്ത് വേറെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം തോറ്റുപോയിട്ട് എന്തുകൊണ്ടാണെന്ന് ബോധിപ്പിക്കേണ്ട ആവശ്യം അവർക്കില്ല. കാരണം ഇത് റെഗുലേറ്ററി ഓസ്കി അവർ ആദ്യം വരെ വെണ്ടക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ചോദിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. അപ്പോൾ ഈ ഒരു അപ്രോച്ചിൽ നിങ്ങൾക്ക് പേഷ്യൻ്റെ അടുത്തേക്ക് നിങ്ങൾ അപ്രോച്ച് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു പൊളൈറ്റ് ആൻഡ് പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഓസ്കിക്കകത്ത് ചെയ്യാൻ പറ്റും. ഇത്രയാണ് ഇതിനകത്ത് പറയാനുള്ളത്. അപ്പോൾ ഞാനിത് ബേസിക് ആയിട്ട് ഒന്നുകൂടി ഒന്ന് സമ്മപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ പൊളൈറ്റ്നസ്, അത് കഴിഞ്ഞ് പെർമിഷൻ മേടിക്കുക,
അത് കഴിഞ്ഞ് പെർമിഷൻ തന്നതിന് അക്നോളജ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് നമ്മൾ മ്യൂച്വൽ എഗ്രിമെന്റ് ഉണ്ടാക്കുക, അത് കഴിഞ്ഞ് നമ്മൾ പ്രൊസീജിയർ ചെയ്യുക, അത് കഴിഞ്ഞ് താങ്ക് യു പറയുക. ഈ ഒരു രീതി വേണം നമുക്ക് പേഷ്യൻ്റെ അടുത്തേക്ക് പൊളൈറ്റ്നസ് കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട്. അപ്പോൾ ഈ ഒരു കാര്യം പറയാൻ വേണ്ടി ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ. ബേസിക്കലി ന്യൂസിലൻഡുകാർക്കാണ് ഇത് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. കാരണം അവരുടെ സ്റ്റേഷൻസാണ് 5 കമ്മ്യൂണിക്കേഷൻ സ്റ്റേഷൻ ഉള്ളത്. ബാക്കി എല്ലാ സ്റ്റേഷനും ഇത് ആപ്ലിക്കബിൾ ആണ്. കമ്മ്യൂണിക്കേഷൻ സ്റ്റേഷനകത്ത് കൂടുതലായിട്ട് ഇത് ആപ്ലിക്കബിൾ ആണ്. അതുപോലെ ഓസ്ട്രേലിയക്കാർക്കും ടോക്കിൻ്റെ അത് ആവശ്യം വരും, മറ്റവർക്ക് അത് ഇത്രയും ആവശ്യം വരുന്നില്ല. അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. സോ താങ്ക് യു വെരി മച്ച് ഫോർ ലിസണിങ് ടു ദിസ് വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഇനി ഞാൻ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഹോസ്പിറ്റൽ ട്രെയിനിങ് ആവശ്യമുണ്ടെങ്കിൽ ഓൺലൈനോ ഓഫ്ലൈനോ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം ഷെഡ്യൂൾ അനുസരിച്ച് ഞാൻ ഓൺലൈൻ ട്രെയിനിങ്, ഇൻഡിവിജ്വൽ ഓൺലൈൻ ട്രെയിനിങ് ചെയ്തു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഓഫ്ലൈൻ വേണമെന്നുണ്ടെങ്കിൽ കേരളത്തിലെ കോട്ടയത്ത് ഈ ഓഫ്ലൈൻ അവൈലബിൾ ആയിരിക്കും കേട്ടോ. താങ്ക് യു വെരി മച്ച്. സോ നെക്സ്റ്റ് ടൈം നമുക്ക് കാണാം.